ബംഗ്ലാദേശിലെ കടൽ കിഴവൻ മുഹമ്മദ് യൂനിസിന് പെട്ടെന്നൊരു ധൈര്യം വന്നിരിക്കുന്നു. ഞാൻ രാജിവെക്കും, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ ആൾ ഞായറാഴ്ച അവിടെ കുറേ മീറ്റിങ്ങുകളൊക്കെ ചേർന്നു. പട്ടാളം അന്ത്യശാസനം കൊടുത്തു. പ്രതിപക്ഷ പാർട്ടികൾ 12 പാർട്ടികൾ ചേർന്ന് യൂനിസിനെതിരെ നിലപാടെടുത്തിരുന്നു. അപ്പോൾ പട്ടാളം പറഞ്ഞു അന്ത്യശാസനം കൊടുത്തു. ജനുവരി 1 തീയതി 2026 പുതിയ സർക്കാർ വന്നിരിക്കണം. രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. 1 ഇഞ്ച് സ്ഥലം പോലും കൊടുക്കാൻ പറ്റില്ല. നോ ബ്ലഡി കോറിഡോർസ് എന്നൊക്കെ പറഞ്ഞു സൈനിക മേധാവി വാക്കർ ഉസ്സമാൻ പട്ടാളക്കാരുടെ മീറ്റിങ്ങിൽ വലിയ കയ്യടി കിട്ടുന്ന പ്രസ്താവനയൊക്കെ നടത്തി. അപ്പോൾ ഇപ്പോൾ യൂനസ് വീഴും, അല്ലെങ്കിൽ യൂനസിനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഒരു ടെമ്പോ ഉണ്ടാക്കി. പക്ഷേ ഞായറാഴ്ച ചില മീറ്റിങ്ങുകൾ ചേർന്നതിന് ശേഷം യൂനസ് മുട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. യൂനസിൻ്റെ വക്താവ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അങ്ങനൊന്നും മാറുകയില്ല, കാരണം അവിടെ ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു വിദേശ ശക്തിയാണ്. അവരുടെ മേധാവിത്വം, ഹെജിമണി, ഇന്ത്യൻ ഹെജിമണി നടപ്പാക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടാക്കി. ഇന്ത്യൻ ഹെജിമണി എന്നാണ് പറഞ്ഞത്. ബംഗ്ലാദേശിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞത് യൂനസ് പറഞ്ഞു എന്നും പറഞ്ഞ് അവരുടെ പ്രസ് സെക്രട്ടറി ഷാഫിക്കുൽ അലാമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഹെജിമണി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ അതുകൊണ്ട് ഞങ്ങൾ ജാഗ്രതയോടെ നിൽക്കുമെന്നാണ് ഷാഫിക്കൽ ഇസ്ലാം അലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇത് യൂനസ് സാർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് യൂനസിന് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടൊരു മൈക്കിനെ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ അതല്ല, അതിനുശേഷവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഇപ്പോൾ അവർ ചിറ്റഗോങ്ങിൽ ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂ മൂറിംഗ് കണ്ടെയ്നർ ടെർമിനൽ, 5 കപ്പലുകൾക്ക് കിടക്കാൻ പറ്റുന്ന പുതിയൊരു കണ്ടെയ്നർ ടെർമിനലാണ്. 950 മീറ്റർ നീളവും ഒക്കെയുള്ള പുതിയ കണ്ടെയ്നർ ടെർമിനൽ വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കാനുള്ള തീരുമാനം നടപ്പാക്കാൻ പറ്റില്ല. ഒരു എലക്റ്റഡ് സർക്കാരെ അത് ചെയ്യാവുള്ളൂ എന്നായിരുന്നു സൈനിക മേധാവി പറഞ്ഞത്. പക്ഷേ അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൊടുക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചൈനയ്ക്കല്ല, നമ്മുടെ കൊച്ചിയിലെ കണ്ടെയ്നർ ടെർമിനൽ നടത്തുന്ന DP വേൾഡ് ദുബായ് പോർട്ടിന് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ യൂനസ് പട്ടാളത്തോടൊന്നും മുട്ടാനുള്ള നീക്കത്തിലാണോ? അങ്ങനെയാണെങ്കിൽ ആരാ പെട്ടെന്ന് യൂനസിന് ധൈര്യം കൊടുത്തത്? യൂനസിന് ധൈര്യം കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നും ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം ഈ ഉപദേഷ്ടാക്കളുടെ മീറ്റിംഗ് ആണ് അയാൾ അടിയന്തരമായിട്ട് വിളിച്ചത്. അൺഷെഡ്യൂൾഡ് മീറ്റിംഗ് എന്നാണ് പറഞ്ഞത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മറ്റേ പ്ലാനിംഗ് അഡ്വൈസർ വഹീദുദ്ദീൻ മഹ്മൂദ് അയാൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ രാജിവെക്കുന്ന പ്രശ്നമില്ല, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ വലുതാണ്, അതുകൊണ്ട് ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. 2 മണിക്കൂറോളം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയൊന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുമില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. അപ്പോൾ BNP ആണെങ്കിൽ ഡിസംബറിൽ തന്നെ, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ഡിസംബറിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് വിവാദ ഉപദേഷ്ടാക്കളെയൊക്കെ മാറ്റണം എന്നും BNPയുടെ ഒരു ആവശ്യമുണ്ട്. എന്ന് പറയുമ്പോൾ ഉപദേഷ്ടാക്കൾക്കിടയിൽ തന്നെ അഴിമതിക്കാരോ കോഴക്കാരോ ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ടോക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അത്തരം ആളുകളെ മാറ്റണം എന്ന് ഈ BNPയുടെ നേതാവ് മൊഷാറഫ് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്. BNPയുടെ പ്രതിനിധി സംഘം പോയി കണ്ടിരുന്നു. യൂനിസിനെ അഴിച്ചുപണി വേണം എന്ന് പറഞ്ഞിരുന്നു. മൊത്തത്തിൽ പട്ടാളത്തിൻ്റെ ഇത് പണ്ട് ഞാൻ ഓർക്കുന്നത് ഈ കരുണാകരനെ മാറ്റിയൊരു സമയം ഓർക്കുന്നില്ലേ, മറ്റേ പ്രതിച്ഛായ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. കരുണാകരനെ മാറ്റുമ്പോൾ ഈ മുസ്ലിം ലീഗ് അന്ത്യശാസനം കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ത്യശാസനം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ പറ്റുള്ളൂ, 5ാമത്തെ അന്ത്യശാസനം എന്ന് പറഞ്ഞ പോലെ 5ഓ 6ഓ മുസ്ലിം ലീഗ് എന്ന അതുപോലെയാണ് ഈ പട്ടാളത്തിന്റെ ഇപ്പൊ അന്ത്യശാസനം ബംഗ്ലാദേശിലെ എന്നുള്ളത്. ഈ ഒരു അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചവരെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്ത നടപടിയിലേക്ക് വാക്കർ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. വാക്കർ ഉസ്മാൻ എന്തായിരിക്കും സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളത്തിൽ എന്തെങ്കിലും ഒരു ഡിവിഷൻ ഈ മതമേധാവികൾ പോയിട്ട് മതമേധാവികൾ ഇത് നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. BNP ഉടനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭരണം അല്ലല്ലോ നടക്കുന്നത്. പിന്നെ മതമേധാവികൾക്ക് ഇയാളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും, ആ സ്ത്രീ പരിഷ്കരണ സ്ത്രീകൾക്ക് തുല്യാവകാശം അതുടനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഈ ചൈനയെ കൂടുതൽ നിങ്ങൾ ഈ പിന്താങ്ങി നടക്കരുതെന്നും ചിലപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. ഈ ചിറ്റഗോങ് ചൈനയ്ക്ക് കൊടുക്കും എന്നല്ലേ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പോൾ പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ പറയാം, കാരണം അയാൾ ചൈനയ്ക്ക് കൊടുക്കുന്നില്ല ഇപ്പം, പകരം ദുബായ് പോർട്ട് കൊടുക്കുന്നു. അവർ വീണ്ടും ആ വക്താവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൈമാറുന്നില്ല, നടത്തിപ്പ് മാത്രമേ ഏൽപ്പിക്കുന്നുള്ളൂ, ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. നേരത്തെ കൈമാറാനായിരുന്നു, ചൈനയ്ക്കും കൊടുക്കുന്നില്ല, ദുബായ് കമ്പനിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഇനി അവിടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ BNP ചോദിക്കുന്നത് ഓൾറെഡി തുറമുഖം മുഴുവൻ പണിത് തീർന്നു, പുതിയതാണ്, ഇനി എന്ത് ഇൻവെസ്റ്റ്മെന്റാണ് ഇനി വരാനുള്ളത്? ഇനി വരാനില്ലല്ലോ. അപ്പോൾ നടത്തിപ്പ് മുഴുവൻ ദുബായിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ മംഗള തുറമുഖവും ചിലപ്പോൾ DPL പോകുമായിരിക്കും, DP വേൾഡിന് പോകും. കാരണം നമ്മുടെ ഇന്ത്യക്ക് ഷെയ്ഖ് ഹസീന തന്നിരുന്നതാണ് ആ മംഗള തുറമുഖം. അതോ ഇനി നമ്മൾ ഈ പറയുന്ന പോലെ സൈന്യവുമായി ഒരു സമവായം ഉണ്ടാക്കിയതാണോ? നിങ്ങൾ പറയുന്ന പോലെ ചൈനയ്ക്ക് കൊടുക്കുന്നില്ല, പൂർണ്ണമായും കൊടുക്കുന്നില്ല, നടത്തിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു ചർച്ച നടന്നിരിക്കാം. അതിന് സാധ്യതയുണ്ട്. കാരണം ബക്കറുസ്സമാൻ പറഞ്ഞിരുന്നത് ഒരു കൂടിയാലോചനയിലും ഞങ്ങളെ പങ്കെടുപ്പിച്ചില്ല, സേനയെ ഇരുട്ടിൽ നിർത്തി തീരുമാനമെടുക്കുന്നു എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് തരേണ്ടത് തരുന്നില്ല എന്നാണല്ലോ അതിന്റെ മലയാളം. അങ്ങനെയാണെങ്കിൽ ബക്കറുസ്സമാനായിരിക്കും ഈ ദുബായ് മറ്റേ DP വേൾഡിന്റെ ഒരു മീഡിയേഷനായിട്ട് വന്നത്. DP വേൾഡ് ഒരു ആർക്കും പരാതിയില്ല, ആർക്കും പരാതിയില്ല. പിന്നെ കൈമാറുന്നില്ല, ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബക്കറുസ്സമാന് ചെല്ലേണ്ടത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തനായി എന്നാണോ എന്നുള്ളത് നമുക്ക് 2 ദിവസം കൊണ്ടറിയാൻ പറ്റും. ഏതായാലും രണ്ടു കൂട്ടരുടെ നിലപാടിന് മാറ്റം വന്നു. കടുംപിടുത്തം അയഞ്ഞോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും ആ അൾട്ടിമേറ്റം എന്നുള്ളത് നടപ്പായില്ല. അല്ല, സൈന്യം പറഞ്ഞത് ജനുവരി 1-ാം തീയതി 2026 ജനുവരി 1-ാം തീയതി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കണം. അത് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെടുന്നു. ഡിസംബറിൽ അതുകൊണ്ട് സൈന്യത്തിന് ബലമുണ്ട്, പ്രതിപക്ഷത്തിന്റെ സപ്പോർട്ടുണ്ട്. കാരണം പ്രതിപക്ഷവും ബക്കറുസ്സമാനും ആവശ്യപ്പെടുന്ന ഒരേ കാര്യം, അതെ, തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. പിന്നെ ബക്കറുസ്സമാൻ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും ബഹളമാണ്, പട്ടാളം ഇപ്പൊ നഗരങ്ങളിലേക്ക് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് പട്ടാളത്തിന്റെ പണിയല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയൊരു സർക്കാർ വരട്ടെ എന്ന് പറയുന്നത് ന്യായമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയുന്നത് അങ്ങനെയല്ല, ഇയാൾക്ക് കുറെ നാളും കൂടി, കാരണം ഇയാൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്, ഇതെപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് പൊക്കിയെടുക്കാം. അപ്പൊ 2026 ജൂണിൽ ഇനി തെരഞ്ഞെടുപ്പിനെ പറ്റി ആലോചിക്കുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. ഒരു വർഷം കൂടെ വേണം. മൂപ്പിൽസിന് പുള്ളി ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അതായിരിക്കും പുള്ളിക്ക് ആദ്യം പരിഷ്കാരം നടപ്പാക്കണം. അത് മുമ്പ് ഇവിടെ ഒരാൾ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് ചില ആളുകൾ പ്രവാചകൻ ചില പദ്ധതികൾ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് കേരളത്തിൽ പറഞ്ഞില്ലേ മുമ്പൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സമയത്ത്. എന്ന് പറഞ്ഞ പോലെ ഒരു പദ്ധതി ഇയാളെ പറ്റി ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഇയാൾ കരുതുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പരിഷ്കാരം ആദ്യം നടപ്പാക്കണം എന്നാണ് അയാൾ പറയുന്നത്. ഏതായാലും ബംഗ്ലാദേശിന്റെ കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു ശാന്തത ഇപ്പൊ കാണുന്നുണ്ട്. ആ ശാന്തത പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ശാന്തതയാണോ ഇല്ലയോ എന്ന് അറിയണം. അതറിയണം. കാരണം ഇങ്ങനത്തെ ആവശ്യങ്ങളാണെങ്കിൽ ബക്കറുസ്സമാൻ വേറെയും ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും. ഈ സാമ്പത്തിക കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ അടി കൂടാനും സാധ്യത. അതല്ലാതെ വലിയൊരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ആദർശത്തിന്റെ ഭാഗമായിട്ടൊന്നും ആരുമില്ല അവിടെ. അതങ്ങനെയില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് അവരൊക്കെ കച്ചവടക്കാരാണ്. പാകിസ്ഥാനിലെ പട്ടാളവും കച്ചവടക്കാരാണ്. അവരുടെ ഉപദേശമാണ് കൂടുതലും ബംഗ്ലാദേശിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രതിനിധികൾ വരുന്നുണ്ടല്ലോ, പാകിസ്ഥാനിൽ നിന്നുള്ള ISI പ്രതിനിധികളും ഒക്കെ വരുന്നുണ്ട്. അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ ബക്കറുസ്സമാൻ അറിഞ്ഞിട്ടാണല്ലോ അവർ വരുന്നത്. ബക്കറുസ്സമാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ഉപദേഷ്ടാക്കന്മാരിൽ ബംഗ്ലാദേശികളല്ലാത്തവരുണ്ട്. അവിടുത്തെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നൊരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് US ഉണ്ടാക്കി. ഇന്ത്യയിൽ അജിത് ഡോവൽ ഉള്ളതുപോലെ ഒരാളെ കൊണ്ടുവന്നു, ഖല്ലിലൂർ റഹ്മാൻ എന്നാണ് പറയുന്നത്. അയാൾ അമേരിക്കക്കാരനാണ്. അയാളും ഈ സൈനിക മേധാവിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അയാളെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ അക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് ഖല്ലിലൂർ റഹ്മാൻ മാറ്റം 2 ദിവസത്തിനകം അയാൾ പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് പരസ്പരം ഒരു ധാരണയിൽ വന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ബക്കറുസ്സമാൻ മറ്റെന്തോ പദ്ധതിയിട്ട് കാത്തിരിക്കുകയാണ് എന്നും കരുതേണ്ടി വരും. എന്തായാലും ഇപ്പോഴത്തെ സിസ്റ്റം ഒരു പ്രധാനമന്ത്രി അല്ല, ഇയാള് വെറുതെ ഒരു ഉപദേഷ്ടാവ് മാത്രമാണ്. രാജ്യങ്ങളൊക്കെ പ്രോട്ടോക്കോൾ നോക്കുമല്ലോ. ഒരു പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രി മാത്രമായിരിക്കും. യൂനിസ് ഏതെങ്കിലും രാജ്യത്തിൽ പോയാൽ ഏതെങ്കിലും പ്രധാനമന്ത്രി സ്വീകരിക്കുമോ?
അതിന്റെ ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല, ഉപദേഷ്ടാവായിട്ട് ഇയാളെ ആര് നിയമിച്ചു? ആര് നിയമിച്ചു? സ്വയം വന്ന് ഉപദേഷ്ടാവെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തു. അതെ. എവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് കയറി വന്നു, കുറേ ആളുകൾ ക്ഷണിച്ചു, നാട്ടുകാർ കുറേ സമരക്കാർ ക്ഷണിച്ചു, അല്ലെങ്കിൽ ആരോ പറഞ്ഞയച്ചു. അയാൾ ആരുടെ ഉപദേഷ്ടാവ്, ആരോടാണ് ഉപദേശിക്കുന്നത്? ഇതൊരു വലിയ സമസ്യയാണ്. എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഒഴിയുന്നില്ല എന്നിവര് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ സമരസപ്പെട്ടോ അതോ സംഘർഷത്തിലേക്ക് പോവുകയാണെന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കും. ഏതാനും മണിക്കൂറുകൾക്കാവും ഒരുപക്ഷെ അറിയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.